ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രിസ്പി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുറംഭാഗം നല്ല മൊരിഞ്ഞതും ഉള്ളു നല്ല സോഫ്റ്റുമായി ഇരിക്കുന്ന ഈ പൊട്ടാറ്റോ ബോൾസ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി 1/2 കിലോ ഉരുളൻകിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു പീലർ കൊണ്ട് നന്നായി അതിന്റെ തോലൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നല്ല നൈസായിട്ട് കുറച്ച് നല്ല അധികം കനമൊന്നും ഇല്ലാതെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇനി വാഷ് ചെയ്ത് നമുക്ക് വേവിക്കാനുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങിന്റെ മുകളിലായി കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം. 10 to 15 മിനിറ്റിന്റെ ഉള്ളിൽ ഇത് വേവാൻ ടൈം എടുക്കും. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഇത് വെന്തോ എന്ന് നോക്കിയതാണ്. അപ്പോൾ അത്ര കണ്ട് വെന്തിട്ടില്ല. ഒന്നും കൂടി വേവണം. നല്ലവണ്ണം ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്ത് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അത് ഗ്യാസ് ഓഫ് ആക്കി എടുക്കേണ്ടത്. 15 മിനിറ്റ് ആയി കേട്ടോ എനിക്കിത് വെന്ത് കിട്ടിയപ്പോൾ. ഇതിലേക്ക് ഒരു 3 തണ്ട് മല്ലിയില എടുക്കാം. നമ്മുടെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ നിന്നുമാണ് ഞാനിത് പൊട്ടിക്കുന്നത്. മല്ലിയില ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു വിസ്ക് വെച്ച് നല്ലവണ്ണം നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണം. വിസ്ക് ഇല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടച്ചെടുക്കുന്നതായാൽ മതി. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് എന്ന് മാത്രം. ഇപ്പൊ നമ്മുടേത് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാം. 3 ചെറിയ തണ്ട് പുതിനയില ചേർക്കാം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഈ മാവ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കോൺഫ്ലവർ ചേർത്ത് അതൊന്ന് ബാറ്റർ ഒന്ന് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലൊട്ടി പിടിക്കാതെ ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ബോൾസാക്കി മാറ്റാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. നല്ല ക്രിസ്പിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. അത്രയും ടേസ്റ്റുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പൊ ഇത് നമ്മളുടെ മാവെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് മിക്സ് ചെയ്തപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ അധികം തിളച്ചു മറിയുന്നതിന് മുമ്പ് ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടാറ്റോ ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചൂട് അധികമാവാൻ പാടില്ല കേട്ടോ. എണ്ണ തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വേണം ഇട്ട് കൊടുക്കാൻ. ചെറു ചൂടിൽ ഇടുമ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് പൊട്ടിപ്പോകില്ല. ശേഷം തീയ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് നന്നായി വറുത്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടി ചെറുതായി ഇളക്കി കൊടുക്കണം. ദേ ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ് ഇതിനുള്ളത്. കുട്ടികൾക്ക് ഇത് ടൊമാറ്റോ സോസിനൊപ്പം കഴിക്കാൻ കൊടുത്താൽ പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ക്രിസ്പി സ്നാക്സ് ആണ് പൊട്ടാറ്റോ സ്നാക്സ് റെസിപ്പി. നമ്മുടെ ചായക്കൊപ്പം കഴിക്കാൻ ഇത്രയും രുചിയുള്ള പലഹാരം വേറെ ഇല്ല. ഒട്ടും എണ്ണ കുടിക്കാത്ത ക്രിസ്പി പൊട്ടാറ്റോ ബോൾസ് ആണിത് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. മിനിറ്റുകൾക്കുള്ളിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ പൊട്ടാറ്റോ ബോൾസ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ അടിപൊളിയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചാനലിൽ കയറി നോക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അസ്സലാമു അലൈക്കും. വാൾ ടാറ്റ ബൈ ബൈ.